ഇതാണ് എൻ്റെ പുസ്തകങ്ങളെല്ലാം. എൻ്റെ ജീവിതകാലം തുടക്കം മുതലെല്ലാം ഈ പുസ്തകത്തിലുണ്ടാവും. പുസ്തകവും പൂക്കളും എല്ലാം ഇതെല്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോ. നമുക്കൊന്നും പറ്റൂല എന്ന് വെച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും പറ്റട്ടില്ല. ഇപ്പോൾ ഇതെല്ലാം കാണാനായില്ലേ. തീരെ കിടന്നു പോയ ഞാൻ ഇത്രക്കെങ്കിലും ചെയ്യാൻ പറ്റിയില്ലേ. ഇതാണ് എൻ്റെ കുഞ്ഞുമ്പേട്ടൻ. 2 വർഷമായി. മെയ് 26 വന്ന 2 വർഷമായി നമ്മളെ വിട്ടുപോയിട്ട്. ഇതെൻ്റെ അച്ഛൻ. എൻ്റെ 19ാമത്തെ വയസ്സിൽ നമുക്കില്ലാതായ അച്ഛനാണിത്. അമ്മേനെ പിന്നെ കണ്ടിട്ടേ ഇല്ല, ഓർമ്മയില്ല അമ്മേനെ. 3 മക്കളും നമ്മളെ ജീവിതം ആഴ്ന്നാ തുടങ്ങുന്നു. ഒന്നും അറിയാത്ത അമ്മ എന്ന് പറഞ്ഞൊരു ജീവിതത്തിൽ ഇല്ലാണ്ടായിപ്പോയാലുള്ള അവസ്ഥയാണിതെല്ലാം. എൻ്റെ ഈ ബുക്കും പൂക്കളും എല്ലാം മേലിൽ നിന്ന് വരുന്നതാണ്. ഒരാളും സ്വന്തം അമ്മേനെ കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം നമ്മളെ അമ്മേനെയും അച്ഛനെയും എത്ര കഷ്ടപ്പെട്ടില്ല നമ്മളെ വളർത്തുന്നത്. ഇല്ലാണ്ടായിപ്പോയവർക്കേ അത് അറിയൂ എന്താണ് അമ്മ എന്നുള്ളത്, അച്ഛനെന്താന്ന് അമ്മ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന സമയത്ത് അവരില്ലാതാവണം. ഒരാളും ഒരിക്കലെങ്കിലും അവരെ കണ്ണീര് നനക്കാണ്ട്. എൻ്റെ ഈ ജീവിതത്തിൽ നിനക്ക് അതാണ് ഏറ്റവും എന്നെ സങ്കടത്തിലാക്കുന്നത്. നിത്യം നമ്മൾ കാണുന്നത് മൊബൈൽ തുറന്നാലും നാട്ടിലായാലും എവിടെ കാണുന്നതും നമുക്ക് വേണ്ടി ജീവിച്ചവർ, നമുക്ക് വേണ്ടിയായിരിക്കും അവരെ എല്ലാ ഇതും കളഞ്ഞിട്ടുണ്ടാവല്. അവരെ നിറവും കെട്ടുപോകും, അവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല, വർത്തമാനം പറയാനാവില്ല, ബോധം ഉണ്ടാവില്ല, മനസ്സ് നേരെ ഉണ്ടാവില്ല. എല്ലാം നമ്മൾ സഹിക്കണ്ടേ. നമ്മൾ ഒരു നേരം വരെ വിശന്നാലും അവർ സഹിക്കൂലല്ലോ. അതുമാതിരി പൊന്നു പോലെ നമുക്ക് ഒരുപാടൊന്നും നമുക്കാവില്ല. നമുക്ക് പറ്റും പോലെ നമ്മളെ അമ്മേനെയും അച്ഛനെയും നോക്കാൻ ആരും പറയണ്ട, സ്വയം അറിയണം. നമ്മളെ മക്കളിലൂടെ അത് അറിഞ്ഞോളും. ഒരിക്കലും ഒരാളും അവർക്ക് കണ്ണീര് കൊടുക്കാതിരിക്കുക. അതിന് വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. അമ്മ ഈ അനുഭവിച്ചതെല്ലാം ഈ ഒരു അമ്മയില്ലാത്തതിൻ്റെ ദുഃഖമാണ് നമ്മൾ അനുഭവിച്ചതെല്ലാം. അമ്മയില്ലെങ്കിൽ പിന്നെ ഒരാളുണ്ടായിട്ടൊരു കാര്യമില്ല. നമുക്ക് ഏറ്റവും വേണ്ടുന്നത് നമ്മൾ വളരണമെങ്കിൽ അച്ഛനും അമ്മയും വേണം. നന്നായി വളരണമെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് അവരുണ്ടാവണം. അവരെ നമ്മൾ പൊന്നുപോലെ നോക്കുക. നമുക്കാവും പോലെ ഒരിക്കലും അവർക്ക് കണ്ണീരാരും കൊടുക്കാതിരിക്കുക.